നീയും ബ്ലാക്കാ? നിനക്ക് വേറെ കളറൊന്നും കിട്ടിയില്ല അളിയ. കേറി അവിടെ കിട്ടാൻ പിള്ളേരൊക്കെ വരും. പോവാ. ഈ വണ്ടി എടു മച്ചായി. എന്തിനാ എന്നെ അടിച്ചേ? ഒറ്റമൈന ബസ് ഫു അവനെ പോയി അടി. എന്നെ അടിക്കാൻ പറ്റൂല. നിക്ക് എന്നെ അടിക്കാൻ പറ്റൂല, ഞാൻ പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ഡീ നോക്കടി, ഒരൊറ്റമൈന. നീ കണ്ടതേ കണ്ട് എന്നെ എന്തിനു വിളിച്ചു കാണിച്ചെന്ന് മാത്സ് ടീച്ചറിന്റെ നടി കിട്ടും. നമുക്ക് അവരെ പോയി അടിക്കാം. നമുക്ക് ബാക്കിൽ നിന്ന് പറഞ്ഞ പെൺപിള്ളേരെ അടിക്കാം. ഒറ്റമൈനെ കണ്ടെന്ന് പറഞ്ഞ ഉമാര് നമ്മളെ അടിക്കാൻ വരണം. ഒറ്റമേനെ കണ്ടെന്ന് പറഞ്ഞാൽ എന്താടാ കുഴപ്പം? ഒറ്റമൈനെ കണ്ട ഇന്ന് സ്കൂളിൽ നിന്ന് അടി കിട്ടും, പക്ഷെ അത് മറ്റവർക്ക് പാസ് ചെയ്ത് അടി കിട്ടൂല. എന്റെ പൊന്നു മക്കളെ, ഇതൊക്കെ ആൾക്കാർ ചുമ്മാ പറയണല്ലേ. നീയൊക്കെ സ്കൂളിൽ പോയി നല്ല പഠിച്ചൂടെ നിനക്കൊക്കെ? ഇവിടെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കരുത്. ശരി മാമ. വാളയാ പോവാ. ആരോട് പറയാൻ? ആളിയാ, നമുക്ക് ഹൃദയ സിനിമ കാണാൻ പോയല്ലോ തിയേറ്ററിൽ. തിയേറ്ററിലാ? ഞാനങ്ങൂല്ല. എനിക്ക് ടെലഗ്രാമിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ വേണേ സെൻഡ് ചെയ്യാം. ടെലഗ്രാമിലാ? പാടാനായിട്ട് 3 ദിവസമേ ഉള്ളൂ. കൊള്ളാം. എനിക്കിവിടെ KGF 2 വരെ അടി, പിന്നെയാണ് ഹൃദയം. ഒന്ന് പോടാ. ആളിയാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. എന്താന്നറിയില്ല, ആരെങ്കിലും മുള്ളുന്നുണ്ട്, എനിക്ക് മുട്ടും. എന്നാ പിന്നെ ഞാനും പറഞ്ഞു. ഡേയ്, നീയൊക്കെ എന്തോ നാണിങ്ങനെ? എന്താണ്, മൂത്രമൊഴിക്കാൻ പാടില്ലേ? എന്ത് കഷ്ടാണ്, നന്നായി മുട്ടിയിട്ടാണ് ഒഴിച്ചത്. ഡേയ്, വെള്ളത്തിൽ മൂത്രം ഒഴിച്ചൂടാ. എന്റെ അപ്പൂപ്പൻ പറയണ കേട്ടിട്ടുണ്ട്. അതെന്തരേ, മീന് വല്ലതും ഡെഡായി പോവോ? അവന്റെ അപ്പൂപ്പന്റെ. ആ അപ്പൂപ്പ എപ്പോഴും ജീവനോടെ ഉണ്ടാടേ. വെള്ളത്തിൽ മൂത്രം ഒഴിച്ചാൽ നിന്റെയൊക്കെ കല്യാണത്തിന് മഴ പെയ്യും. ഇടിയും മിന്നലോടും കൂടിയ മഴ. വേട്ടെ നന്നായിട്ട് വേട്ടെ. ഇടിയും മിന്നലും എല്ലാം വരട്ടെ. അതിനല്ലേ ഒഴിക്കണത് നമ്മളും. എന്നാ പിന്നെ നമുക്കും. ഡേയ്, പറഞ്ഞില്ലേ ഒഴിക്കില്ലേ? വാ വാ. ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രം മലയാളികളെല്ലാം ഒറ്റ കെട്ട. ചേട്ടാ വരുന്നോ? കല്യാണത്തിന് നല്ല മഴ പെയ്യും. എടാ, കാട്ട് തടിപോലെ വളർന്നിട്ട് മരവാഴയുടെ സ്വഭാവം കാണിക്കതോ. പൊടാനീറ്റ്. അങ്ങേരാരെ കണ്ടിട്ടായിരിക്കും കാട്ടുതടി എന്ന് പറഞ്ഞത്. ഡേയ്, നില്ല്. കുപ്പിയുണ്ട്, അച്ചാറുണ്ട്, അടിക്കാൻ സ്ഥലം മാത്രമില്ല. സ്ഥലമൊക്കെ സെറ്റാണ് മേൻ. എവിടെ? അതുകൊണ്ട് ആ കളറെ പോയിരുന്ന് അടിക്കാം. ഡേയ്, എന്താ നീ ഇപ്പൊ കളറല്ല കഴിച്ചോണ്ടിയേ? അതിന് നീ സൂക്ഷിച്ചോ, പണി വരുന്നുണ്ടാവറാച്ച. ഒന്ന് പോയാടാ, അവറാച്ചൻ കളിക്കാൻ നിൽക്കാതെ. കലറെ കൈ ചൂണ്ടിയ 10 വരെ എണീട്ട് 10 പ്രാവശ്യം വിരല് കടിക്കണം, അല്ലെങ്കിൽ വരും മോനെ. നിനക്ക് പ്രാന്താടാ, പോടാ തള്ളാതെ. തെക്കേപ്പറമ്പിലെ റോബിൻ ചേട്ടൻ പണ്ട് ഇതുപോലെ കലറെ കൈ ചൂണ്ടിയതാ. പിന്നെ രാത്രിയായപ്പോ 12 മണിയായപ്പോ ഓടും പൊളിച്ചൊരാള് വന്നു. ആര്? കേറി വന്ന് അവന്റെ പാത്ത് കേറി കഴുത്തി പിടിച്ചിട്ട് കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് പോകണത്. ഏയ്, അവന് കലിപ്പി തന്നെ. അവൻ കല്ലറായി കൈ ചൂണ്ടി. പിന്നെ കുഴപ്പമില്ല, 10 വിരല് കടിച്ചിട്ടുണ്ട്.
ഓ ദാരിദ്ര്യം, നീയൊക്കെ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ചോണ്ടാണ് നടക്കണേ. നിനക്കൊക്കെ പ്രാന്താടാ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കാൻ. ഡേയ് കയ്യിലെന്താടേ ഒരു കവർ? ഏയ് വരണ ഒരു ചെറുതടിച്ചിട്ട് പോവാം. വേണ്ടളിയാ, ഒരു കല്യാണത്തിന് പോണൂടെ. എന്നാ ശരി, പോയിക്കോ. പോ. ഡേ അളിയാ ഒരു ചെറുതടിച്ചാലാ കല്യാണത്തിന് ചില്ലായിട്ട് നിൽക്കാം. നോ, നമുക്ക് കല്യാണത്തിന് പോകണം, അതാ മെയിൻ. ഡേയ് ശരിടാ, സിൻഡോ പോണേ. ബായ്. നോക്കിയൊക്കെ പറഞ്ഞേടാ, പാമ്പൊക്കെ ഉണ്ട്. നീ കുപ്പിയെടു. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ. 22 വർഷം, 22 വർഷത്തെ എൻ്റെ കാത്തിരിപ്പ. എനിക്ക് എൻ്റെ റോസിയെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് അവക്കറിയോ ഇതല്ല. നീയൊക്കെ നോക്കിക്കോ, ഏകദേശം സെറ്റായിരുന്നുണ്ട്. 2 മാസത്തിനകത്ത് ഞാൻ അവളെ സെറ്റാക്കിയിരിക്കും. ഡേയ് പല്ല് ചലച്ച്, നിന്റെ കാര്യം സെറ്റ്. യെസ്, കണ്ടാടാ, പല്ലിക്ക് വരെ കാര്യം മനസ്സിലായി. നിന്റെ റോസിയ എടാ, നിനക്ക് അവിടെ അവളൊക്കെ 2 മാസം വേണം. എനിക്കതിൻ്റെ ആവശ്യമില്ല. 1 മാസത്തിനത് ഞങ്ങളെ സെറ്റാക്കും. മൂന്ന് മാസത്തിന് ഞങ്ങളെ സെറ്റാക്കോളാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 5 മാസത്തിന് ഞങ്ങളെ സെറ്റാക്കിയിരിക്കുക. ഇത് നടക്കും. അതെങ്ങനെ ശരിയാവും? 2 മാസം കൊണ്ട് ഞാൻ അവളെ സെറ്റാക്കിയില്ലേ. 3-ാം മാസം അവളെ തന്നെ തേക്കും. 5-ാം മാസം ഞാൻ അവളെ സെറ്റാക്കി. ചുമ്മാ ഇരിയടേ നീയൊക്കെ ഇവിടെ പരസ്പരം സെറ്റായിക്കൊണ്ടിരുന്നു. ക്ലൈമാക്സിൽ അവൾ എൻ്റെ കൂടെ. സെറ്റ്. അളിയാ 2 അടിക്കല്ലേ? അതല്ലടാ പൊന്നളിയാ, വേണ്ട പൂച്ച കുറേ ചാടിയത്. ഓ അപ്പം ഇന്നത്തെ യാത്ര കൊളായി. മയില് മൂഞ്ചി. നീ പേടിക്കാളെ, ഒരു വഴിയുണ്ട്. നമ്മളെ കൊണ്ടേ പോവും. ഡേ അളിയാ പൂച്ച കുറുകെ ചാടിയ സീനാവും. നീ പേടിക്കാതെ, വേറൊരു വഴിയാ, ഇറങ്ങ. നോക്കിക്കാതെ തള്ളടാ. ഈ ആളൊരു കില്ലാടി തന്നെ അളിയാ. ഈ ഒരു മെയ്ഡ് ഇൻ ചൈന തന്നെ അളിയോ. ഹൈ 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 ഹൈ. ഈ മനുഷ്യന്മാരെല്ലാം മണ്ടന്മാർ തന്നെ.